അഞ്ചാറ് അഞ്ചാറ് തണ്ടുമ്മ കായുള്ള കുറ്റിപ്പച്ചോളേ കുറ്റിപ്പച്ചോളേ, നിന്നെ എടുത്ത് ഞാൻ കൃഷി ചെയ്തോട്ടെ. ചട്ടിയിലും സഞ്ചിയിലും ജൈവവളമിട്ട് നമുക്ക് കൃഷി ചെയ്താലോ. സഞ്ചിയിൽ മണ്ണ് നിറച്ച് കൃഷി ചെയ്യാലോ. സഞ്ചിയിൽ മണ്ണ് നിറച്ച് കൃഷി ചെയ്യാലോ, നമുക്ക് കൃഷി ചെയ്യാലോ. വീട്ടിലും നാട്ടിലും നമുക്ക് വിറ്റിടാലോ. എല്ലാവരും കൃഷി ചെയ്ത് മുന്നോട്ടേക്ക്. അപ്പം നമുക്ക് കുറ്റിപ്പച്ചോളൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കുറ്റിപ്പച്ചോള വിടർന്ന് 5-6 തണ്ടുമ്മൽ വിടർന്ന് നിന്ന് നല്ലോണം 10-15 ഒരു തണ്ടുമ്മൽ നിറച്ച് കായണ്ടാകും. കുറ്റിപ്പച്ചോളൻ്റെ ഒരു ഇതാണ് നമുക്ക് കൃഷി ആ രീതിയാണ്. അപ്പോൾ സഞ്ചിയിൽ നിങ്ങൾ മണ്ണെടുത്തതിൻ്റെ ശേഷം ജൈവവളം കണ്ടുങ്ങൾ ഈ ജൈവവളം നല്ലോണം ഈ ഇട്ടതിൻ്റെ ശേഷം ഒരു മെരടിയിൽ പൊരിച്ചിട്ടാൽ 2 മാസം കൊണ്ട് വിടർന്ന് നിന്ന് നല്ലോണം പച്ചോള വിടും. 5-8 തണ്ടായ്മലുണ്ട്. ആ തണ്ടുമ്മൽ ഓരോ തണ്ടുമ്മലും 10-15 കായുണ്ടായി വിടർന്ന് നിൽക്കും. ഇങ്ങൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ആ വീഡിയോ 5-6 തണ്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും വീട്ടിൽ മുറ്റത്ത് നമുക്ക് 5-8 സഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരക്കാനിങ്ങനെ വെച്ച് അതിൽ കൃഷി ചെയ്താൽ നല്ല വരുമാനം കിട്ടും. വീട്ടാവശ്യത്തിനും എടുക്കാം. നമുക്ക് അധികം ഉണ്ടെങ്കിൽ കടയിൽ ഒരു സഞ്ചിയിൽ നിന്നും 5-6 കൊല്ലം പറിച്ചാൽ 10 സഞ്ചിയിലുണ്ടാവും. കണക്ക് തീർത്തുമ്പോഴുണ്ടാവും. വണ്ണയുള്ള കായാണ്. ഇതിൻ്റെ വൃത്തി ഞങ്ങൾക്ക് തരും. എല്ലാവർക്കും അയച്ചും ഞാൻ കൊടുത്തിട്ട്. അപ്പോൾ ഇത് നല്ല ഒരു പച്ചമുളകാണ്. അപ്പോൾ ഇത് നമ്മൾ സഞ്ചി പാകുന്നതാണ്. സഞ്ചി പായി ജൈവവളം ഇട്ടാൽ നല്ലോണം വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കൃഷി ആവശ്യത്തിന് സംബന്ധമായി നമ്മൾ കാട്ടിലെല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല വിത്തുകളും പലതും ശേഖരിക്കാൻ കാട്ടിൽ നിന്ന് നമുക്ക് സാധിക്കും. നമ്മൾ കാട്ടിലൊരു യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം വിത്തുകൾ നമുക്ക് ശേഖരിക്കാം. അപ്പോൾ കാട്ടിൽ നിങ്ങൾ കണ്ടത് ഇതാ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഇതാ നല്ലൊരു വള്ളിത്തല. ഞങ്ങൾക്ക് കാട്ടുന്ന ഒരു പൊടിപ്പ് കണ്ട് ഞാനതെടുത്ത് പാക്ക് ചെയ്ത് ഈ ഒരു കായലുണ്ട് എന്താണ് ചെറിയ അടുത്ത് ഇതിപ്പോൾ ഞാൻ കൃഷി ചെയ്തേരം ഇപ്പോൾ 40 ദിവസം 2 ദിവസം മറന്ന ദിവസം ഉണങ്ങിയ പോയി. ഇപ്പോൾ ആദ്യം പൊടിച്ച് വരുന്നുണ്ട്. ചാണകം കലിക്കല്ലോ വെച്ച് അങ്ങനെ നമുക്ക് വള്ളിത്തലകളും കാട്ടുന്നു. നമുക്ക് എന്തെങ്കിലും കാണാം. ഭക്ഷണ സാധനം വരെ നമുക്ക് കാട്ടുന്നുണ്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഒരു 10 ദിവസം കാട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു നിൽക്കുക. നമുക്ക് ഭക്ഷണമൊക്കെ പല ജാതി കായെല്ലാം പറിച്ച് ഒരു കൊല്ലം വരെ നമുക്ക് കാട്ടും ജീവിക്കാം. ഭക്ഷണം ഉണ്ടാക്കാം. ഇനിയിപ്പം ഗ്രാമത്തിൽ നമ്മളൊരു വെറ്റുവെല്ലാം വെച്ചിട്ട് പോകാൻ നോക്കുക. ഗ്രാമത്തിൽ സന്ധ്യ ആക്കാം. അപ്പോൾ കാട്ടിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാട്ടിലെ ആൾ ഒരു ഗ്രാമത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. കാട്ടിൽ നിന്ന് പറിച്ചിട്ട് തന്നെ ഒരു വെറ്റുവെല്ലാം വെക്കുന്ന എനിക്ക് അതും നടക്കും. ഗ്രാമത്തിലൊരു സന്ധ്യ ഒരുക്കുക. അതുപോലെ അതൊക്കെ നമുക്ക് ചെയ്യാം. കാട്ടിയിലെ ചോളം വറച്ച് ഗ്രാമത്തിൽ നല്ലൊരു സദ്യയുണ്ടാക്കാം. സദ്യയുണ്ടാക്കാം. കാട്ടിയിലെ ചക്ക വറച്ച് ഗ്രാമത്തിലും വീട്ടിലും സദ്യയുണ്ടാക്കാം. സദ്യയുണ്ടാക്കാം. കാട്ടിയിലെ മാങ്ങ വറച്ച് നാട്ടിലൊരു അച്ചാറും ഉണ്ടാക്കാം. നമുക്ക് നാട്ടിലൊരു അച്ചാറും ഉണ്ടാക്കാം. കാട്ടിയിലെ തേനുമെടുത്ത് ഗ്രാമത്തിൽ മധുരം കൊടുക്കാം. മധുരം കൊടുക്കാൻ. കാട്ടിലെ പനയോല കൊത്തി നാട്ടിൽ പന്തലുട്ട്. നാട്ടിൽ പന്തലുട്ട്. കാട്ടിലെ പനയോല കൊത്തി ഗ്രാമത്തിൽ പന്തലുമിട്ട്. കാട്ടിലെ പനയോല കൊത്തി നാട്ടിലും പന്തലുമിട്ട് നിട്ട്. അങ്ങനെ ഗ്രാമത്തിലൊരു സദ്യയും ഒരുക്കി നമ്മൾ. അപ്പോൾ നമ്മൾ സഞ്ചിയൊക്കെ നിരത്തി വെച്ച് കണ്ടെങ്കിൽ നല്ല മണ്ണിട്ട് ഇനി നമ്മളിപ്പം ജൈവവളയിലിട്ട് കുറ്റിപ്പച്ചോളം നല്ലോണം നിരത്ത് മൊത്തം പെങ്ങളും 10-25 സഞ്ചിയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം കണ്ടത്തിൽ നല്ലോണം കുറ്റിപ്പച്ചോളും മറ്റു ചൈള പച്ചമുളകിൽ ഉണ്ടാക്കി നല്ലോണം വിളവ് നല്ലോണം ഉണ്ടാക്കുക. ജൈവവളയിലിട്ടിട്ട് ഒക്കെ നല്ല കണ്ട മണ്ണ് നല്ലോണം കല്ലുമെല്ലാം അങ്ങ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. നല്ല കണ്ടീഷനാണ്. ഇങ്ങനത്തെ സഞ്ചി വാങ്ങും 25 കിലോ അരിൻ്റെ സഞ്ചി എടുത്തിട്ട് എല്ലാവരും കൃഷിയിലിറങ്ങുക. ഓക്കെ.